IS തലപ്പത്തെ രണ്ടാമനെ വധിച്ചു എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US സൈന്യവും നൈജീരിയൻ സായുധ സേനയും സംയുക്തമായി നൈജീരിയയിൽ വെച്ച് നടത്തിയ ഓപ്പറേഷനിലാണ് ISന്റെ ആഗോളതലത്തിലെ രണ്ടാം നിരക്കാരനെ വധിച്ചത് എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞത്. US സൈന്യവും നൈജീരിയൻ സായുധ സേനയും സംയുക്തമായി നൈജീരിയയിൽ വെച്ച് നടത്തിയ ഓപ്പറേഷനിൽ IS തലപ്പത്തെ രണ്ടാമനായ അബു ബിലാൽ അൽ മിനുക്കിയെ വധിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ISന്റെ ആഗോളതലത്തിലെ രണ്ടാം നിരക്കാരനാണ് അബു ബിലാൽ അൽ മിനുക്കി. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് വിവരം ലോകത്തെ അറിയിച്ചത്. അമേരിക്കൻ സൈന്യവും നൈജീരിയൻ സായുധ സേനയും ചേർന്ന് ലോകത്തിലെ ഏറ്റവും സജീവമായ തീവ്രവാദിയെ യുദ്ധക്കളത്തിൽ നിന്നും ഇല്ലാതാക്കാൻ അതീവ സങ്കീർണവും സൂക്ഷ്മവുമായി ആസൂത്രണം ചെയ്തതുമായ ഒരു ദൗത്യം കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കിയെന്ന് ട്രംപ് അറിയിച്ചു. അവൻ ആഫ്രിക്കയിൽ ഒളിച്ചിരിക്കാമെന്ന് കരുതി. എന്നാൽ അവന്റെ ഓരോ നീക്കങ്ങളും തങ്ങളെ അറിയിക്കാൻ കൃത്യമായ സ്രോതസ്സുകൾ ഉണ്ടായിരുന്നുവെന്ന് അവൻ അറിഞ്ഞില്ല. ഇനി മുതൽ അവന് ആഫ്രിക്കയിലെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തുവാനോ അമേരിക്കക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനോ കഴിയില്ല എന്നും ട്രംപ് പോസ്റ്റിൽ കുറിച്ചു. അൽമിനുക്കിയുടെ വധത്തോടെ ISന്റെ ആഗോള പ്രവർത്തനങ്ങൾ വലിയ തോതിൽ തകർക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഓപ്പറേഷനിൽ പങ്കെടുത്ത നൈജീരിയൻ സർക്കാരിനോട് നന്ദി അറിയിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ISന്റെ ആഗോളതലത്തിലെ സെക്കൻഡ് ഇൻ കമാൻഡറായിരുന്ന അബു ബിലാൽ അൽ മിനുക്കി ആഫ്രിക്കയിലെ സഹേൽ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. സെനഗൽ, മാലി, ബുർക്കിനഫാസോ, നൈഗർ, നൈജീരിയ, സുഡാൻ അടക്കമുള്ള 12ഓളം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന മേഖലയാണ് സഹേൽ. ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രൊവിൻസിലെ മുതിർന്ന കമാൻഡറായാണ് അൽ മിനുക്കി പ്രവർത്തിച്ചിരുന്നത്. 2023 ജൂണിൽ US അൽ മിനുക്കിയെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.